ഓഹോ, അപ്പൊ നീ വീണ്ടും ഈ മുറിക്കകത്ത് കയറിയല്ലേ? എനിക്കറിയാം നീ ഇതിനകത്ത് കയറുമെന്ന്. ഒരു വട്ടേ കേട്ടിട്ടുള്ളെങ്കിലും നല്ല കുറുമ്പും കുസൃതിയും കയ്യിലുള്ള ഒരാളാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. എന്താണാവോ ഇപ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നത്? നോക്കാം. ഞാൻ ആരാണെന്ന് ചോദിച്ചാ ഈ സഖാവിന്റെ ഒരു ഫാനാണെന്ന് കൂട്ടിക്കോ. എനിക്ക് ഈ സഖാവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും രാധമ്മ പറഞ്ഞ് കേട്ട് 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 അറിയാണ്ട് എവിടെയോ ഒരു ഇഷ്ടം. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ബുക്ക് വായിക്കാൻ എടുക്കുന്നുണ്ടേ. എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തതാ. ഇതിനിടയ്ക്ക് എങ്ങാനും വരികയാണെങ്കിൽ എന്റെ വീട്ടിൽ പോയിട്ട് എടുത്തോ, എന്റെ മുറിക്കകത്ത് കാണും. ഓക്കെ? പിന്നെ നമുക്ക് കാണണം, കണ്ടേ പറ്റൂ. എനിക്ക് ഈ സഖാവിനെ കാണാനുള്ള ത്വരയെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ എന്ന് സഖാവിനെ മാത്രം വിച്ചു. ഇവൻ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തതാണോ അതോ വെറുതെ ഒരു ഇഷ്ടം പറഞ്ഞതാണോ? ദൈവമേ, എന്റെ ചെക്ക, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്നേ? ഈ ഡയറി വായിക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ആ നാട്ടിൽ നിന്ന് ഓടി വരുന്നത്. ആ നോക്കാം, നേരിട്ട് കാണണമല്ലോ. ഏത് ബുക്കാണോ എടുത്തോണ്ട് പോയത് നോക്കട്ടെ. ഇത് തന്നെ കൊണ്ടുപോകണമായിരുന്നു. ഇത് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകമല്ലേ, ഇനി അത് പോയി എടുക്കണമല്ലോ. ആഹാ, സഖാവ് മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് എങ്ങോട്ടാണാവോ? ദൂരെ എങ്ങോട്ടും അല്ല, ഞാൻ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. പിന്നെ അമ്മ എപ്പോഴും പറയാറില്ലേ, വിച്ചു അവന്റെ വീട് ഏതാ? ആ മതിലിനപ്പുറത്ത് കാണുന്നതാണോ? നീ എന്തിനാ അവന്റെ വീട്ടിൽ പോണേ? എടാ, അവൻ അവിടെ കാണുകയല്ല. നിനക്ക് ലീവ് കിട്ടിയെന്ന് വെച്ച് അവന് ലീവ് കിട്ടണം നിർബന്ധമൊന്നുമില്ലല്ലോ. നീ തല്ലാനൊന്നും അല്ലല്ലോ അല്ലേ? അവൻ അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോടാ. വിട്ടേക്കടാ, പാവല്ലേ. ഓ, കൂൾ ഡൗൺ രാധമ്മേ, ഞാൻ അവനെ കൊല്ലാനൊന്നും അല്ല. എന്റെ ഒരു ബുക്ക് അവൻ എടുത്തോണ്ട് പോയി, അത് തിരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നതാ. ഞാനൊന്നും അവനെ ചെയ്യത്തില്ല. പിന്നെ ഞാൻ പാർട്ടി ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കേ ബുക്ക് എടുത്തിട്ട് വരുള്ളൂ കേട്ടോ. ഓ അങ്ങനെ, നീ പോയി എടുത്തോ. ആ വീട് തന്നെയാ നമ്മുടെ മതിലിന്റെ അപ്പുറത്ത് കാണുന്നത്. ഗായത്രി കാണും, അവിടെ പോയി ചോദിച്ചാൽ മതി, അവൾ എടുത്തുതരും. അല്ല, നീ പാർട്ടി ഓഫീസിൽ പോകുന്ന എന്താ? ഇന്ന് മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ നീ പോകുന്നേ? അതോ, അതിപ്പോ അർജന്റായിട്ട് വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിംഗാ. ഞാൻ വേഗം പോയിട്ട് വരാം, നീ പേടിക്കണ്ട കേട്ടോ. എടാ വിഷ്ണു, നീ ഈ ന്യൂസ് ഒന്ന് നോക്കിയേ. രാമപുരത്തുള്ള പോലീസ് സ്റ്റേഷന് നേരെയാണ് SFI യുവ പ്രവർത്തകർ കടന്നു ചെന്നത്. വളരെ അപ്രതീക്ഷിതമായ ഒരു കയ്യേറ്റമായിരുന്നു അത്. തുടർന്ന് SFI പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ തന്നെയാണ് നടന്നത്. രാമപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാതായ 20 വയസ്സുകാരിയുടെ ശവശരീരം പുഴയിൽ പൊങ്ങിയതിനു ശേഷം പോലീസുകാർ നടപടിയൊന്നും സ്വീകരിക്കാത്തതുകൊണ്ടാണ് SFI സഖാക്കൾ പോലീസുകാർക്കെതിരെ തിരിഞ്ഞത്. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് തലയിൽ പരിക്കേറ്റു. നീ ഇപ്പൊ ഇതെന്തിനാ എന്നെ കാണിക്കുന്നേ? ഇതും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? ഓ എടാ മണക്കൂസേ, ആ അടിയുണ്ടാക്കുന്ന വീഡിയോക്കകത്ത് റെഡ് ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് മാസ്ക് ഒക്കെ ഇട്ടുള്ള ഒരു രൂപം കണ്ടോ? ആ രൂപം കാണാൻ നമ്മുടെ കാശിയുടെ അതേ ചായ ഇല്ലേ എന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. നിനക്കും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? എനിക്കത് കണ്ടിട്ട് തോന്നിയില്ലോ? നിനക്കൊന്നും തോന്നുന്നില്ലേ? ഏയ്, ഇതവനൊന്നുമല്ല. എടാ, ഈ രാമപുരം എന്ന് പറയുന്ന എന്റെ സ്ഥലമല്ലേ? അവന്റെ നാട് വേറെ എവിടെയോ അല്ലേ? അവനെങ്ങനെയാ അവിടെ വരുന്നേ? ഇതേ അവന്റെ കൂടെ വഴക്കിട്ട് നിനക്കും ഇപ്പൊ എന്ത് കണ്ടാലും അവനെ പോലെ തോന്നുന്നോണ്ടാ. അത് വിട്ടുകളാ, അത് അവനൊന്നുമല്ല. ഞാനേ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ, ഒരത്യാവശ്യമുണ്ട്, ഇപ്പൊ വരാം. ആ അമ്മേ, പതിയെ വെക്കമ്മേ, വേദനിക്കുന്നു. ചെറുക്ക മിണ്ടരുത്, ഒറ്റൊരെണ്ണം വെച്ചാന്നുണ്ടല്ലോ അവൻ പോയേക്കും അടി ഉണ്ടാക്കാൻ. അത് ആരുടെ കൂടെ? പോലീസുകാരുടെ കൂടെ. നിന്നെ ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു സാധനം. നിന്നോട് ഞാൻ പറഞ്ഞതാ ഫൈനൽ ഇയറാ, പ്രശ്നത്തിനൊന്നും പോണ്ടാന്ന്. അപ്പോഴവൻ കയറി ചെന്നേക്കുന്നേ. ഒറ്റ കുത്തുവെച്ചാന്നുണ്ടല്ലോ. എന്റെ രാധമ്മേ, ഇതൊക്കെ ചീള് കേസല്ലേ? ഇതൊന്നും വലിയ പ്രശ്നമാവത്തൊന്നുമില്ല, വിട്ടുകളാ. പിന്നെ ഞങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞ അമ്മ ഒരിക്കലും ഇങ്ങനെ പറയില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തങ്ങളാമ്മേ. ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ എനിക്കിത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുക വേണ്ട. എത്ര ന്യായം നിരത്തിയാലും നീ ഇപ്പൊ തല്ലുണ്ടാക്കി എന്നുള്ളത് മാഞ്ഞു പോകാനൊന്നും പോകുന്നില്ലല്ലോ. മിണ്ടാതെ അവിടെ കിടന്നോ. അമ്മ എന്താ ഫോൺ എടുക്കാത്തെ? എടുക്കുന്നേ, ആരാ അത്? അത് വിച്ചുവാ. ന്യൂസ് കണ്ടിട്ട് ചിലപ്പം വിളിച്ചതായിരിക്കും. ഞാനിപ്പോ എടുക്കുന്നില്ല. വിച്ചുവോ? അമ്മ ആ ഫോൺ സ്പീക്കറിലിട്ടെ. അവനെന്തിനാ ന്യൂസ് കണ്ടിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നേ? എടുക്കണം. അത് വേണോ? എന്തിനാടാ വെറുതെ സ്പീക്കറിലൊക്കെ ഇടുന്നേ? ഓ, നോക്കി പേടിപ്പിക്കണ്ട, ഇട്ടോളാം. ഹലോ രാധമ്മേ, ന്യൂസിൽ കണ്ടത് നമ്മുടെ സഖാവിനെയാണോ? എന്താ പറ്റിയേ? ആള് വീട്ടിലുണ്ടോ?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഇതാരാ? ആരാ സംസാരിക്കുന്നേ? രാധമ്മയില്ലേ? രാധമ്മയ്ക്ക് ഫോൺ കൊടുക്ക്. തൽക്കാലം ഞാൻ രാധമ്മയ്ക്ക് ഫോൺ കൊടുക്കുന്നില്ല. രാധമ്മേനെ ഞാൻ വെട്ടിപ്പുഴുങ്ങി തിന്നു. ഇയാള് പോടോ കാട്ടുവാസി സഖാവേ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വിളിച്ച എന്നെ വേണം ആദ്യം തല്ലാൻ. വെച്ചിട്ട് പോടോ. അവനോട് സംസാരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഈ സൗണ്ട് എനിക്ക് കേട്ട് നല്ല പരിചയമുണ്ട് രാധമ്മേ. ആരാന്ന് ഓർമ്മ വരുന്നില്ല എനിക്ക്. പക്ഷെ ഇവന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ കോളേജിലെ ഒരു ചെക്കനെ ഓർമ്മ വരുന്നേ. രസമല്ല സാമ്പാർ. അവനെയും കൂടി ഇറിറ്റേറ്റ് ചെയ്തപ്പോ സമാധാനമായി കാണുമല്ലേ? കണക്കങ്ങോട്ട്, അടുത്തത് പിടിക്കണ്ടേ? ആദി, ഞാൻ നിന്നോട് നാട്ടിലുള്ള ഒരു സഖാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എനിക്ക് ആളുടെ സൗണ്ട് കേട്ടപ്പോ നമ്മുടെ കാശിയുടെ സൗണ്ട് പോലെ തന്നെയാ തോന്നിയേ. നീ പറഞ്ഞത് സത്യം കേട്ടോ. അടിയിട്ട് ഇപ്പൊ എവിടെ തിരിഞ്ഞാലും എന്റെ ഫ്രണ്ടിൽ അവനാ വരുന്നേ. അടിപൊളി. ഇതെന്നെ ഹെയ്റ്റ് ടു ലവ് സ്റ്റോറിയോ? മിണ്ടാതിരി ചേർക്ക. നമുക്ക് നേരത്തെ വന്നല്ലേ, എന്തായാലും അവന്മാരെ പോയി ഇളക്കിയിട്ട് വരാം. ബാ. ഓയ് മിസ്റ്റർ കാശിനാഥൻ, എപ്പ ലാൻഡായി? കുറെ ആയല്ലോ കണ്ടിട്ട്. അല്ല, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നില്ലായിരുന്നോ? അതിനകത്തെ ഒരു SFI പ്രവർത്തകന്റെ ഫേസ് ഇയാളുടെ ഫേസുമായിട്ട് അത്രയ്ക്ക് മാച്ചായിരുന്നേ. ഞാനിതെങ്ങാള് പുറത്തു വിട്ടാലുള്ള അവസ്ഥ പറയണ്ടല്ലോ അല്ലേ? ചെയർമാൻ പദവി. അപ്പൊ ശരി, ചുമ്മാ ഒന്ന് പറഞ്ഞ് ഒരു വാണിംഗ് തരാലോ എന്ന് കരുതി വന്നതാ. ശരിട്ടോ. ആക്ച്വലി ഇവിടെ ഇപ്പൊ എന്താ നടന്നതെന്ന് എനിക്കൊന്ന് ആരെങ്കിലും വിശദീകരിച്ചു തരുമോ? എനിക്കൊന്നും മനസ്സിലായില്ല. അതൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി അല്ലടാ കാശി? എടാ ദേവാ, നീ നമ്മുടെ കോളേജ് ഗ്രൂപ്പ് ഒന്ന് എടുത്തു നോക്കിയേ. വേഗം ഒന്ന് എടുത്തു നോക്ക്. ഓ, പിടയ്ക്കാതെടാ ശവമേ, ഞാൻ നോക്കിക്കോളാം. ഇതെന്തുവാ ഇത്? കോളേജ് ചെയർമാൻ സീക്രട്ട് SFI പ്രവർത്തകനോ? കുട്ടികൾ ഡൗട്ടിൽ. കഴിഞ്ഞ ദിവസം രാമപുരത്ത് നടന്ന ഏറ്റുമുട്ടലിൽ ചെയർമാന് പങ്കുണ്ടെന്ന് ഡൗട്ട്. കൊള്ളാം, നന്നായി. കാശി ഇതൊന്നും കണ്ടില്ലേ? ചെയർമാനെ താൽക്കാലികമായി പോസ്റ്റിൽ നിന്ന് മാറ്റണമെന്ന് സ്റ്റുഡൻസ് വെൽഫെയർ അസോസിയേഷൻ. ആഹാ, കൊള്ളാം. കാശി എവിടെടാ? ഞാൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാനെല്ലാം കണ്ടു. എനിക്ക് കാണേണ്ടത് അവനെയാ, വിഷ്ണു. ഞാനിപ്പോ വരാം. നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം, ഒരു 2 ആഴ്ചയായിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു, അതും തുലച്ചു. ഇന്ന് എന്തടിയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നേ? എന്തിനാ ഇതൊക്കെ? വിഷ്ണു, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്നാണോ? ഇപ്രാവശ്യം എന്തായാലും അടി ഉണ്ടാക്കിയത് ഞാനല്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവൻ എന്നെ വന്ന് തല്ലി, ഞാൻ തിരിച്ചു തല്ലി. അതെന്തിനാന്ന് ഇവനോട് ചോദിക്കണം. ഓ, ഒന്നും അറിയാത്തൊരു മഹാൻ വന്നേക്കുന്നു. നീയല്ലേ ആ മെസ്സേജ് ഗ്രൂപ്പിൽ എടുത്തിട്ടത്? നീ കാരണം എന്തുമാത്രം പ്രോബ്ലം എനിക്കുണ്ടായെന്നറിയോ? എന്തുമാത്രം നാണക്കേട് എനിക്കുണ്ടായെന്ന് നിനക്കറിയോ? അത് ചെയ്തത് ഞാനല്ല. സപ്പോസ് ഞാൻ തന്നെ ചെയ്തതാണെങ്കിൽ അത് എന്റെ നമ്പർ എന്നല്ലേ ഗ്രൂപ്പിൽ വീഴേണ്ടത്. അതൊരു അൺനോൺ നമ്പർ എന്നാ വന്നത്. ഞാനല്ല. ഞാനാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചേനെ. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ കാര്യം നീ അല്ലാണ്ട് വേറൊരാളും എന്നോട് പറഞ്ഞിട്ടില്ല. നീ തന്നെ രാവിലെ വന്ന് എന്നോട് പറഞ്ഞേ. അപ്പൊ പിന്നെ നിന്നെ അല്ലാണ്ട് വേറെ ആരെയും ഡൗട്ട് ചെയ്യണ്ടേ? യു ടു സ്റ്റോപ്പ് ഇറ്റ്. എന്തായാലും ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലും യു ആർ സസ്പെൻഡഡ് ഫോർ 1 month. 2 പേരും. ആൻഡ് കാശി, നിന്റെ ചെയർമാന്റെ പോസ്റ്റ് അത് തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ ആലോചിച്ചാൽ. നൗ ജസ്റ്റ് ഗെറ്റ് ഔട്ട്. ആഹാ, ഇതാര്? എന്റെ അരുമ പുത്രനോ?
സസ്പെൻഷനും മേടിച്ചോണ്ട് കേറി വരുന്ന കണ്ടില്ലേ? ഇങ്ങ് വാ, നിനക്ക് ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കേറി വാ നീ ഇങ്ങോട്ട്. രാധമ്മേ, ഇപ്രാവശ്യം കൂടി എന്നോട് ഒന്ന് ക്ഷമിക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാൾ 1 മാസത്തേക്ക് സസ്പെൻഷൻ അടിച്ചത് എന്റെ തെറ്റല്ലല്ലോ. പ്ലീസ് രാധമ്മേ, നല്ല രാധമ്മയല്ലേ, പ്ലീസ്. ക്ഷമിക്കലൊക്കെ നിർത്തി. ഇനി നിനക്ക് ഞാൻ നല്ല പെട തരും കാശി. നിന്നോട് ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ? സോറി രാധമ്മേ, ഒന്ന് ക്ഷമിക്കടോ. ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി കുടുങ്ങിയതല്ല. പ്രശ്നത്തെ ഞാൻ തേടി പോകുന്നതല്ല, പ്രശ്നം എന്നെ തേടി വരുന്നതാണ്. സോറി സോറി സോറി. കേറി ചെല്ല്. ഇനി പാർട്ടി ഓഫീസിലേക്കാന്നും പറഞ്ഞ് ഈ വീടിന്റെ പടി നീ ഇറങ്ങ്. അപ്പൊ നീ എന്റെ തനി ഗുണം കാണും. കേറി പോടാ. ഹലോ കാശി, നീ വീട്ടിലെത്തിയോ? വീട്ടിലെത്തിയാ വിളിക്കാൻ പറഞ്ഞല്ലേ നിന്നോട്? അങ്ങോട്ട് വിളിച്ചാൽ മാത്രമേ നീ ഫോൺ എടുക്കുള്ളൂ. സോറിടാ, ഞാനേ വന്നപാടെ ഫുഡ് കഴിച്ചിട്ട് കയറി ഒന്ന് കിടന്നു. നീ ഇപ്പോൾ ഫോൺ അടിച്ചപ്പോൾ സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റതാ. എന്താടാ വിളിച്ചേ? നീയേ ഇപ്പോൾ വീട്ടിലിരിക്കുന്നതിന്റെ കാരണം നിന്റെ എടുത്തുചാട്ടം മാത്രം. ആരാ നിന്നോട് പറഞ്ഞേ ആ മെസ്സേജ് വിഷ്ണു ഇട്ടതാന്ന്? എടാ, അത് അൺനോൺ നമ്പറിന്ന് വന്നതാ. അതാരാന്ന് എന്തായാലും ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. വിഷ്ണു വീട്ടിലേക്കൊന്നും പോയില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും ആ ചെയ്തവനെ കണ്ടുപിടിച്ചേ അടങ്ങൂന്നും പറഞ്ഞ് അവൻ ഇറങ്ങി. കണ്ടുപിടിക്കുകയും ചെയ്തു. നീ ഒറ്റ ഒരാളാണ് ഇപ്പൊ അവന്റെ കൂടെ വഴക്കിട്ട് ഇത്രയും വഷളാക്കിയത്. അവന് പറയാനുള്ളതൊന്ന് കേട്ടിരുന്നെങ്കിൽ ഈ സസ്പെൻഷൻ കിട്ടുമായിരുന്നോ? പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് എടുത്തിയായിട്ടില്ലെങ്കിലും കുറച്ച് കൂടുതലാ. എന്തായാലും ഞങ്ങൾ അവനെ പൊക്കി അവനിട്ട് 4 കൊടുത്തിട്ടുണ്ട്. ഏതവനാ അത് ചെയ്തത്? എനിക്ക് അവനെ ഒന്ന് കാണണം. അതാരാന്ന് തൽക്കാലം നിന്നോട് ഞങ്ങൾ പറയുന്നില്ല. നീ ഇനി പിച്ചാനും മാന്താനും ഒന്നും പോണ്ട. അവനുള്ളത് നല്ല സുഖത്തിന് വിഷ്ണു കൊടുത്തിട്ടുണ്ട്. ചെക്കനെ ചെറുതായിട്ടൊന്ന് ജലസടിച്ച് ചെയ്തു പോയതാ, വിട്ടുകളാ. എന്തായാലും ഞാൻ ഫോൺ വെക്കുവാണേ, എനിക്ക് ക്ലാസ് ഉണ്ട്. ശരി എന്നാ. ഞാൻ എന്തൊരു പൊട്ടനാ. അപ്പോഴേ അന്വേഷിച്ചാൽ മതിയായിരുന്നു. വെറുതെ ആ വിഷ്ണുവിനെ കയറി തല്ലി വഴക്കിട്ട് സസ്പെൻഷന് മേടിച്ച് അവന് വിഷമായി കാണൂലേ. ഇതിപ്പോ സോറി പറയാൻ അവന്റെ നമ്പർ പോലും ഇല്ല എന്റെ കയ്യിൽ. എന്തപ്പോ ചെയ്യാ? ആദി, ഞാൻ എങ്ങനെയാടാ വീട്ടിൽ പോകുന്നേ? സസ്പെൻഷൻ കിട്ടിയെന്നേക്കാളും അമ്മ അറിഞ്ഞ ഒന്നാമതേ എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു നിപ്പ. ഇനിയിപ്പോ ഇതും കൊണ്ട് ഞാൻ എങ്ങനെ വീട്ടിൽ ചെല്ലും? ഏയ് പേടിക്കണ്ടടാ, ആന്റി വഴക്കൊന്നും പറയില്ലായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? എന്നാലും ഞാനത് ചെയ്തേന്ന് കാശി വിശ്വസിച്ചില്ലേ? അവൻ അത്രത്തോളം എന്നോട് ദേഷ്യം ഉണ്ടായി കാണുമല്ലേ. അതുകൊണ്ടായിരിക്കും അവൻ എനിക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ എന്നെ ഒന്ന് തല്ലിയത്. എനിക്ക് എന്തുമാത്രം വിഷമായി എന്നറിയോ? ഞാൻ പറയുന്നത് പോലും അവൻ കേട്ടില്ലല്ലോ. ഇനി എന്തായാലും അവന്റെ കൂടെ അടിക്കും വഴക്കിനൊന്നും പോണ്ട. ഞാൻ എല്ലാം നിർത്തി. ഏയ് സാരില്ലടാ, പോട്ടെ, വിട്ടേക്ക്. നീ ഇങ്ങനെ വിഷമിക്കാതെ. നീ എന്തായാലും നാളെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആവും. നിന്റെ രാധമ്മയെ കാണുമ്പോൾ നിന്റെ പ്രശ്നമെല്ലാം തീരും. ഫോൺ ഇത് ഇവിടെ വെച്ചിട്ട് അമ്മ എവിടെ പോയി? അമ്മേ, അമ്മേ, ഇതേ ഫോൺ അടിക്കുന്നു. ആരാണ്? ആഹാ, വിച്ചു. ഹലോ രാധമ്മേ, എന്തെടുക്കുവാ? ഫുഡ് കഴിച്ചോ? ഹലോ, സുഖമായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു. രാധമ്മ ഇവിടെ ഇല്ലല്ലോ. എന്താണാവോ കുട്ടിക്ക് വേണ്ടത്? ഞാൻ കുട്ടിയൊന്നും അല്ല, എനിക്ക് 22 വയസ്സുണ്ട്. ഇയാള് പോടോ കളിയാക്കാതെ. എനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള മൂഡൊന്നും ഇല്ല. അതെന്ത് പറ്റി? ഫൈറ്റ് ചെയ്യാനുള്ള മൂഡൊക്കെ എവിടെ പോയി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ചുമ്മാ ഒരു മൂഡില്ല. പിന്നെ സഖാവെന്താ വീട്ടില് ലീവാണോ? ലീവാണോ എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകതരം ലീവ്. 1 മാസത്തേക്ക് ലീവാണ്. നീ എപ്പോഴാ വരുന്നേ? ഞാൻ മറ്റന്നാള് വരും. എനിക്കും ലീവാ. ആണോ? എന്നാലേ നമുക്കൊന്ന് കാണണേ, മറക്കല്ലേ. കാശി, നീ എങ്ങോട്ടാടാ ഈ രാവിലെ? എന്റെ പൊന്നോ, ഞാൻ ചാടിപ്പോവൊന്നുമല്ല. ആ ബുക്ക് പോയി വിച്ചുവിന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരാം. അത്രേ ഉള്ളൂ. 5 മിനിറ്റ്, ഇപ്പൊ വരും. പോരെ?
ആഹാ, ഇതാര്? സഖാവോ? എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? കേറി വാ മോനെ, ഇരിക്കേ ബാ. ഹായ് ആൻറ്റി. ഞാൻ പ്രത്യേകിച്ചൊന്നും കൊണ്ട് വന്നതല്ല. വിച്ചു എൻ്റെ അടുത്ത് നിന്ന് ഒരു ബുക്ക് എടുത്തായിരുന്നേ, അത് തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാ. ആൻറ്റി എടുത്തു തന്നാ മതി, അല്ലെങ്കിൽ റൂം ഏതാന്ന് കാണിച്ചു തന്നാ മതി, ഞാൻ കയറി എടുത്തോളാം. ആണോ? എന്നാ മോനൊരു കാര്യം ചെയ്യേ, ആ കാണുന്നതാ വിച്ചുവിന്റെ റൂം. മോൻ കയറി എടുത്തോ, ഞാൻ അപ്പോഴേക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം കേട്ടോ. വിഷ്ണു? അപ്പോ വിച്ചുവും വിഷ്ണുവും ഒരാളാണോ? അവന്റെ വീട് ഇതാണോ? ആഹാ, നീ വന്നോ? നീ വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. ഇവിടെ വാ മോനെ, ഇവിടെ ഇരിക്കെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ മാധവ മാഷേ, ഒരു മുഖവരയൊക്കെ? എന്താണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്? അതെ, നീ ഇപ്പൊ ഫൈനൽ ഇയർ ആയല്ലോ. ഇനിയിപ്പോ എക്സാമും കൂടി കഴിഞ്ഞ ഒരു ജോലി, അത് മാത്രല്ലേ ഉള്ളൂ. അപ്പോ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് പോയി കണ്ടാലോടാ? നീ എന്തായാലും ഒരു മാസം വീട്ടിൽ തന്നെ കാണുമല്ലോ. അമ്മേ, കല്യാണോ? ഇത്രയും പെട്ടെന്നൊന്നും വേണ്ട അമ്മേ, ഞാനാദ്യം പഠിത്തം ഒന്ന് കഴിയട്ടെ. അയ്യോ മോനെ, കല്യാണം ഒന്നും നടത്താനല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് ഉറപ്പിച്ചു വെക്കാം. പിന്നീട് കിട്ടാൻ ബുദ്ധിമുട്ടായെങ്കിലോ? അപ്പോ നമുക്കൊന്ന് ജസ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പിച്ചു വെക്കുക മാത്രമേ ചെയ്യാം. എന്താടാ നീ പറയുന്നേ? അത് എനിക്കിപ്പോ ഒന്നും വേണ്ട, ഉറപ്പിച്ചു വെക്കൊന്നും വേണ്ട, എനിക്ക് താല്പര്യമില്ല. അതെന്താടാ വേണ്ടാത്തെ? കോളേജിൽ നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടോ മനസ്സില്? എങ്കി പറ, നമുക്ക് നോക്കാം. മനസ്സില് അത് വിഷ്ണു, വിച്ചു. വിച്ചുവോ? നീ എന്തൊക്കെയാടേ പറയുന്നേ? നിന്റെ മനസ്സിൽ വിച്ചുവോ? ഞാനെന്തിനാ വിഷ്ണുവിന്റെ പേര് പറഞ്ഞത്? എനിക്ക് എന്താ എന്റെ ദൈവമേ, അവന്റെ ഫോട്ടോ. അപ്പൊ ഇത്രയും കാലം എന്നോട് സംസാരിച്ച വിച്ചു അത് വിഷ്ണു തന്നെയാണല്ലേ? ഇത് അവന്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. എനിക്കെന്താ സംഭവിക്കുന്നേ? അപ്പോ അവന് ലീവാന്ന് പറഞ്ഞത് സസ്പെൻഷൻ കിട്ടിയതായിരിക്കും. നാളെ വരൂലേ? എന്നെ കാണുമ്പോ അവൻ എന്ത് പറയും? എന്നോട് മിക്കവാറും നല്ല ദേഷ്യം കാണും. വെറുതെ അവനെ കയറി തല്ലിയതല്ലേ. കയറി വാ മോനെ, എന്റെ പുന്നാര പുത്ര. കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, സസ്പെൻഷനും മേടിച്ച് വന്നേക്കുവാ. നിന്നെ പിന്നെ എന്തിനാ ഞാൻ കോളേജിലേക്ക് വിട്ടത്? തല്ലുണ്ടാക്കി പഠിക്കാനാ? പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കുകയല്ല, അവൻ തല്ലുണ്ടാക്കി നടക്കുക. ഒറ്റ പെട വെച്ചാണല്ലോ. നിന്റെ അപ്പൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. സോറി അമ്മേ, അറിയാണ്ട് പറ്റിപ്പോയതാ. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ക്ഷമിക്കമ്മേ, പ്ലീസ്. മിണ്ടരുത് നീ. ഒരു മാസം എന്നെ വീട്ടിലിരിക്കാലോ എന്തായാലും. ഇതൊക്കെ ഞാൻ എങ്ങനെ പുറത്തു പറയും? നാട്ടുകാരറിഞ്ഞ എന്തു പറയും? നിന്നെയൊക്കെ വളർത്തിയ സമയത്തെ 4 തെങ്ങ് വെച്ചാ അത് വെച്ച് തേങ്ങയെങ്കിലും കിട്ടുമായിരുന്നു. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്രാവശ്യം എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം ഉണ്ടായതാ. നീ എന്താ ചിന്നൂട്ടി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? നിന്നോട് എത്ര വട്ടം പറഞ്ഞാലും നീ കേക്കില്ലേ? പാവം പെണ്ണ്, നീ എടുക്കാത്തോണ്ട് വളരെ വിഷമിച്ച എന്നെ വിളിച്ചത്. അമ്മേ, ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞു, എനിക്ക് അവളെ ആ ഒരു രീതിയിൽ കാണാൻ പറ്റില്ല. ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ. ഞാൻ അവളെ എങ്ങനെയാ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഐ എം എ ഗേ. എനിക്ക് പെൺകുട്ടികളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തെ? വിഷ്ണു, ഈ കാര്യത്തെ കുറിച്ച് മുമ്പ് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. നിർത്തിക്കോളാനും ഞാൻ പറഞ്ഞതാണ്. നിന്റെ വെറും തോന്നല ഇതൊക്കെ. നിനക്കെന്താ വല്ല രോഗമുണ്ടോ? ഇനി വല്ല മെന്റൽ ആശുപത്രിയിലും കൊണ്ട് ഇടണോ നിനക്ക്? അവന്റെ ഗേ. മര്യാദയ്ക്ക് അവളെയും കിട്ടി ജീവിക്കാൻ നോക്ക്. അവന്റെ ഇതൊക്കെ ദൂരെ പോയി പഠിച്ചതിന്റെ കുഴപ്പാ. കണ്ടവന്മാരുടെ കൂടി തെണ്ടി നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടുള്ള ഇളക്കാ ഇതൊക്കെ. നിന്നെ മര്യാദയ്ക്ക് ഇവിടെ വല്ല കോളേജിന് വിട്ടാ മതി എന്ന് ഞാൻ അയാളോട് പറഞ്ഞതാ. എവിടെ? എന്റെ വാക്കിന് വിലയില്ല. മോൻ പുറത്തു പോയി പഠിക്കട്ടെ, പുറത്തെ കൾച്ചറൊക്കെ പഠിക്കട്ടെ. നല്ല കൾച്ചറാ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നേ.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതും പറഞ്ഞുകൊണ്ടെങ്ങാനും പുറത്തിറങ്ങിയ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. കേറി പോ അതേക്ക്. ആഹാ, ഇതാര്? രാധമ്മയുടെ പൊന്ന് വിച്ചുവിട്ടനോ? എന്തു പറ്റി മോനെ? നിന്റെ മുഖം എന്താ ഇങ്ങനെയുള്ള? നീ കരഞ്ഞോ? എന്താ രാധമ്മേ എപ്പോഴും എനിക്ക് മാത്രം ഇങ്ങനെ? ഞാനൊന്നും ചെയ്തില്ല, എന്നിട്ടും ആരെന്ത് പറഞ്ഞൂന്ന്? എന്റെ മോനെ ആരെന്ത് ചെയ്തിട്ടാ? മോൻ കരയല്ലേടാ, ഇങ്ങ വാ, കരയല്ലേ, വാ ഇവിടെ ഇരിക്കെ. എന്നെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു 1 മാസത്തേക്ക്. അമ്മ എന്റെ കാരണം പോലും തിരക്കാതെ എന്നെ വെറുതെ വഴക്ക് പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. സസ്പെൻഡ് ചെയ്തു? കാശിയും 1 മാസം സസ്പെൻഷനും കൊണ്ടല്ലേ വന്നേ? എന്ത് പറ്റി മോനെ? എന്താ പ്രശ്നം? സസ്പെൻഡ് ചെയ്യാൻ കാരണം എന്താ? അതാ കാലമാടൻ എന്നെ കയറി തല്ലി, അപ്പൊ ഞാനും തിരിച്ചു തല്ലി. വെറുതെ എന്നെ വന്ന് തല്ലിയതാ, ഞാനൊന്നും ചെയ്തില്ല. ആരോ പറഞ്ഞതും കേട്ട് എന്നെ വന്ന് തല്ലി. മോനെ വിഷ്ണു, നീ എപ്പോഴും പറയുന്ന ആ കാലമാടൻ ചെക്കനല്ലേ? അവന്റെ പേരെന്താ? കാശിനാഥൻ. സഖാവില്ലേ ഇവിടെ? കാശിയല്ലേ? അപ്പൊ ഞാൻ ഇത്രയും കാലം തെറി വിളിച്ചത് എന്റെ മോനെ തന്നെയാണോ? ഇവർ രണ്ടുപേരും ഒരു കോളേജിലാണോ? മോനെ നീ എങ്ങോട്ടാ? അവൻ മുറിയിലുണ്ട്. ആ പൊക്കോ. ദൈവമേ, അടുത്ത അടി ഉണ്ടാക്കാൻ കയറി പോകുന്നുണ്ട്.